പറയാനില്ല. മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഒരാൾക്ക് പോലും മനസ്വസ്ഥതയില്ല ഇന്ന്. ഏറ്റവും വലിയ പ്രശ്നം മനസ്സിൻ്റെയാണ് എന്നാണ് ഇപ്പോൾ സൈക്കാട്രിസ്റ്റും കൗൺസിലേഴ്സും പറയണത്. ഭാര്യയും ഭർത്താവും കൗൺസിലിംഗ് വേണം, അമ്മയും മക്കളും കൗൺസിലിംഗ് വേണം. കൗൺസിലിങ്ങിന് നല്ല ഫീസ് ഉണ്ടെന്ന്, നല്ലോണം ഫീസ് കിട്ടണമുണ്ട് അവർക്ക്. ആലോചിച്ച് നോക്കിയാൽ വലിയ കഷ്ടമാണ്. നമ്മളറിയാഞ്ഞിട്ടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കാണാം. മാനസികമായിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ പഠിച്ചാൽ നല്ല ഫീസ് കിട്ടും. പഠിക്കണം കേട്ടോ, ശരി, എന്തെങ്കിലും ആയാൽ തല്ലും കിട്ടും തോന്നിയത് കാട്ടിയാൽ. കൗൺസിലിംഗ് പഠിച്ചിട്ടൊരു ബോർഡ് അവിടെ വെച്ചിരുന്ന അന്ന് കൗൺസിലിങ്ങിന് നല്ല സ്കോപ്പാണെന്ന് പറയണത്. എന്താ, ഒക്കെ മാനസികമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരം ഡിഫക്റ്റീവാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് വെച്ചാൽ ചില വാക്കൊക്കെ വേഗം പറയാൻ ഇംഗ്ലീഷാണ് നല്ലത്. അതുകൊണ്ട് പറഞ്ഞു എന്നല്ലോ, ഇംഗ്ലീഷിനെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല അതിൻ്റെ ഇടയിൽ. പക്ഷേ വേഗം മനസ്സിലാവാനും വേഗം പ്രയോഗിക്കാനും എല്ലാവരും മാനസികമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ശരിയല്ലാത്ത അവസ്ഥയിലാണ്. അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. ഒക്കെ തകരാറായാലും നല്ല മനസ്സുണ്ടെങ്കിൽ ഒക്കെ ശരിയാക്കാവുന്ന, എല്ലാം ശരിയാക്കാം. ഒരു കുടുംബത്തിൽ നിറച്ച് പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, വിഷമം, കടം, എന്തുണ്ടായിക്കോട്ടെ, നല്ല മനസ്സാണെന്ന് വെച്ചാൽ ഒരു കൗൺസിലിങ്ങും വേണ്ട, അവിടെ അത് ശരിയായി. ഉദാഹരണം, കുചേലൻ. വയ്ക്കാൻ അരിയില്ലാത്ത കുടുംബം ആലോചിച്ച് നോക്കൂ. ഈ വിദ്വാന്ന് വെച്ചാൽ രാവിലെ മുഴുക്ക തപസ്സാ, വേണമെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടായിക്കൂടെ? പെർഫെക്റ്റായിട്ടുള്ള മനസ്സാണ് കുചേലപത്നിക്ക്. അതൊരൊറ്റ ഒന്നുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ആധ്യാത്മികം, അത്തരത്തിലുള്ള മനസ്സ് നേരെയാവാൻ ഹരിഭജനം വളരെ എത്ര നല്ലൊരു മാർഗം വേറെയില്ല. ടാബ്ലറ്റ് കഴിച്ചിട്ടോ ക്യാപ്സൂൾ കഴിച്ചിട്ടൊന്നും മനസ്സ് നേരെയാവില്ല കേട്ടോ. തകരാറായി കഴിഞ്ഞാണ്ടല്ലോ ശരീരം നേരെയാക്കണോക്കാട്ടിലും പ്രയാസമാണ്. മൈൻഡിനെ കണ്ടീഷൻ ചെയ്യാൻ അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ മരുന്ന് വേണ്ടി വരും, കൗൺസിലിങ്ങും വേണ്ടി വരും, ഇതൊക്കെ വേണ്ടി വരും.